ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം സബ്ജക്റ്റിലെ വണ്ടി നമ്മളിൽ പോകും. ഇന്ത്യയിലെ ഏറ്റവും അധികം ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മലയാളികളാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. നിയമപരമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കാനാകണം. അങ്ങനെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിലേക്ക് വരും. അതാണ്, മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിൽ വരും. നമ്മുടെ നാട്ടിൽ ഓഫ് റോഡ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നമ്മുടെ PWD ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് അവർ പറയുന്നത്. സോ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, കേരളത്തിൽ ഓഫ് റോഡ് ഇല്ല എന്ന് ആരാണ് പറഞ്ഞത്? ഇതേ കാണും. ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന വലിയൊരു ശതമാനം മലയാളികളാണ്. പക്ഷെ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. കേരളത്തിൽ സൗകര്യം ഒരുക്കണം. കേരളത്തിന് പുറത്തുള്ളവരെ കേരളത്തിലേക്ക് കൊണ്ടുവരണം. മറ്റ് സ്റ്റേറ്റിലുള്ളവരെ, മറ്റ് രാജ്യത്തുള്ളവരെ. സൂപ്പർ എക്സ്പീരിയൻസ്. പക്ഷെ ആരും ഞാൻ നിർബന്ധിക്കുന്നു. ഇത്രയും നല്ല എക്സ്പീരിയൻസോട് കൂടിയുള്ള, ഇത്രയും നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഓഫ് റോഡ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടും അത് കാണാത്തതാണോ അല്ലെങ്കിൽ കണ്ടിൽ നിന്ന് നടിക്കുന്നതാണോ? ഇത്രയും മികച്ച സൂപ്പർ എക്സ്പീരിയൻസ് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും, അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ ഡേ ബൈ ഡേ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ടൂറിസം മിനിസ്റ്റർ കാണുന്നില്ല.